ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓ ടേസ്റ്റ് ബിറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഒരു ടവറിൻ്റെ മേളിലാണ്. ഇതെവിടെയാണെന്നല്ലേ, നമ്മൾ പുത്തൻകുരിശിയിൽ നിന്ന് കരിമുകളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് കഫയുണ്ട്. അതിൻ്റെ ടവറിൻ്റെ മേളിലാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു സൈഡ് നല്ല നമ്മളൊരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് നോക്കുന്ന പോലെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഒരു സൈഡിൽ. പിന്നെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പുറകിലുള്ളത് കൊച്ചിൻ റിഫൈനറിയാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. അതിനോടൊപ്പം നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇവിടുത്തെ അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സൺലൈറ്റുള്ള ദിവസങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ല സൺസെറ്റും കാണാൻ സാധിക്കും. ഫാമിലിയായിട്ടൊക്കെ നമ്മൾ ഈ ഇൻഫോ പാർക്ക് ഇതിനടുത്താണ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും തിരിച്ചു വരുന്ന വഴിക്ക് കയറാവുന്നതാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ചേരം ഇവിടെ റീഫ്രഷ് ആയിട്ട് പോകാവുന്നതാണ്. ഇപ്പം നിലവിൽ ഫുഡ് സ്റ്റാളുകളൊന്നും പ്രവർത്തിക്കണില്ല, അതിൻ്റെയൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പം പണികളൊക്കെ കഴിയുമ്പോൾ ഉടനെ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാഴ്ചകളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ എന്തായാലും അത് ഫുൾ ഫ്ലെഡ്ജായിട്ട് പ്രവർത്തിക്കുന്നില്ല. രാവിലെയും വൈകിട്ടും വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നല്ല വ്യൂ കാണാൻ സാധിക്കും. അതുമാത്രമല്ല കാറ്റും നന്നായിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് വെയിലുള്ളപ്പോൾ ചൂടിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാണും. റോഡ് സൈഡും കൂടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുന്നതിന് മുൻപ് ആ വണ്ടി പാർക്ക് ചെയ്ത സൈഡിൽ നിറയെ പൈനാപ്പിൾ കൃഷിയാണ്. ഈ പുത്തൻകുരിശ് ഏരിയയിൽ മിക്ക സ്ഥലങ്ങളും കാണാം കേട്ടോ. നിറയെ പൈനാപ്പിൾ കൃഷി കാണാൻ സാധിക്കും നമുക്ക്. ഇപ്പോൾ ഇതിവിടെ പ്രവർത്തനം ഷോപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊരു വ്യവസായ കേന്ദ്രം എന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഷോപ്പുകളൊന്നും ഇപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. ഗേറ്റ് പക്ഷേ ഫുൾ ടൈം ഓപ്പൺ ആണ്. ഇപ്പോൾ നിങ്ങൾ വരുന്നവർക്ക് രാവിലെ വരെയെങ്കിലും നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം ഇവിടെ നിൽക്കാൻ നല്ല വ്യൂസൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഈവനിങ് ടൈം വരുന്നവർക്ക് രാത്രി കുറച്ചൊരു 7 മണി വരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊച്ചി റിഫൈനറിയുടെ ലൈറ്റും കൂടെ കാണാൻ സാധിക്കും. അത് ലൈറ്റിംഗ് എല്ലാം കണ്ട് കുറേ നേരം ഇവിടെ നിന്നിട്ടൊക്കെ പോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടവറിൻ്റെ മേളിലോട്ടൊന്ന് കയറി നോക്കാം. ഇപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് നിന്നൊരു ചേട്ടനോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി കഴിയുമ്പോൾ ഇവിടെ ചിൽഡ്രൻസ് പാർക്കും അങ്ങനെ കുറച്ച് കഫ്റ്റീരിയ അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കൂടെ തുടങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. എന്തായാലും വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു ഹിൽ സ്റ്റേഷൻ നിന്ന് നോക്കുന്ന പോലാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. നിറയെ പള്ളി, അതിൻ്റെ ഇടയ്ക്ക് പുത്തൻകുരിശ് പറഞ്ഞ ഒത്തിരി പള്ളികളുടെ കേന്ദ്രങ്ങളും കൂടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ മലയക്കുരിശ് ദയറയും കാണാൻ സാധിക്കും. അതുപോലെ ഓപ്പോസിറ്റായിട്ട് കൊച്ചിൻ റിഫൈനറി. പിന്നെ ഇവിടുന്ന് ഈ റോഡ് പോകുന്ന പുത്തൻകുരിശ് കരിമുകൾ ആ റൂട്ട് പോകുന്ന ഈ റോഡ് ഇൻഫോ പാർക്കിലേക്കും കൂടെ ഉള്ള റൂട്ടായതുകൊണ്ട് റോഡും അത്യാവശ്യം ബിസിയാണ്. നല്ല റോഡുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അല്പം വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇല്ലെങ്കിൽ നമുക്ക് നല്ല സൺസെറ്റും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്ത് തന്നെ പെട്രോൾ പമ്പും ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഇപ്പം റീഫ്രഷ്മെൻ്റ് ആയിട്ട് റോഡ് സൈഡിൽ ഒരു കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. അതുപോലെ ലെമൺ ജ്യൂസും വിൽക്കുന്ന ഒരു റോഡ് സൈഡിലുള്ള ഒരു കച്ചവടമേ ഉള്ളൂ. ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഫുൾ ഫ്ലെഡ്ജ് ആയി കഴിയുമ്പം കടകളും ഒക്കെ തുടങ്ങുമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ പിള്ളേരെയൊക്കെ പാർക്കിൽ കളിപ്പിക്കുകയും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാനും നമ്മളുടെ വ്യൂ കുറച്ച് നേരം നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നാലും കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നിങ്ങനെ എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ലൊക്കേഷനും കൂടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാഴ്ചകളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ടവറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് നോക്കുമ്പോഴുള്ള നമ്മൾ വന്ന റോഡിലെ കാഴ്ചയാണ്. റോഡ് അത്യാവശ്യം ബിസിയാണ്. ഇന്ന് ഇൻഫോ പാർക്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുന്നവരൊക്കെ വൈകുന്നേരത്ത് വരുന്നുണ്ട്. റൂട്ട് അല്പം ബിസിയുള്ള റൂട്ടാണ്. പിന്നെ അത്യാവശ്യം വിശാലമായൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് പിള്ളേരെ കൊണ്ടൊക്കെ പിള്ളേർക്ക് കുറച്ച് നേരമൊക്കെ മേലിലാണെങ്കിലും ഒന്നും കളിക്കാനൊക്കെ പറ്റും. നല്ല വിശാലമായിട്ട് സ്പേസാണ്. എന്തായാലും വന്ന് ഒരു 1.5 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒന്ന് സന്ധ്യയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ കൊച്ചിൻ റിഫൈനറി ലൈറ്റൊക്കെ ഓണായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ലൈറ്റിംഗ് ആണ്. പക്ഷേ നമുക്ക് ക്യാമറയിലൂടെ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന അറിയില്ല. നേരിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ എന്തായാലും ഇത് പ്രവർത്തനമൊക്കെ ആരംഭിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ വന്ന് കാണാവുന്നതാണ്. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.